ആകാശവാണി വാർത്താ വീക്ഷണം. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ പ്രതിരോധശേഷിയുടെ തിളക്കമാർന്ന പ്രതിഫലനം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് 7 പുലർച്ചെ പാകിസ്ഥാനിലെ 9 ഭീകര താവളങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ ധാരണയ്ക്കും വിശ്വാസങ്ങൾക്കും അപ്പുറമായിരുന്നു. തികച്ചും പതറിപ്പോയ അയൽരാജ്യം ഇന്ത്യയുടെ കരുത്തും ആത്മവിശ്വാസവും തിരിച്ചറിയുകയായിരുന്നു. ഒപ്പം പാകിസ്ഥാന്റെ ദൗർബല്യവും ബുദ്ധിശൂന്യതയും. ആക്രമണം നടത്തിയാൽ അതിനെ ചെറുക്കാനും അതിലും ശക്തമായി തിരിച്ചടിക്കാനുള്ള ശേഷി മാത്രമല്ല, മനക്കരുത്തും ഇന്ത്യക്കുണ്ടെന്ന് ശത്രുരാജ്യത്തിന് ബോധ്യപ്പെടാൻ അധിക സമയം വേണ്ടിവന്നില്ല. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും സംഘർഷത്തിലേക്ക് വഴിമാറിയത്. 26 നിരപരാധികളായ സാധാരണക്കാരാണ് ഭീകരാക്രമണത്തിൽ രക്തസാക്ഷികളായത്. ഇതിന് മറുപടിയായാണ് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ സൈനിക നടപടിയിലേക്ക് കടന്നത്. ഏകദേശം 100ഓളം പാക് ഭീകരർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ പ്രകോപനമുണ്ടാക്കുകയും കടുത്ത ഷെല്ലാക്രമണം നടത്തുകയും ചെയ്തു. ഇന്ത്യൻ സ്കൂളുകൾ, കോളേജുകൾ, ഗുരുദ്വാരകൾ, ക്ഷേത്രങ്ങൾ, സാധാരണക്കാരുടെ വീടുകൾ, സൈനിക താവളങ്ങൾ എന്നിവയാണ് ലക്ഷ്യമിട്ടത്. ഇന്ത്യ ശക്തവും കാര്യക്ഷമവുമായി പ്രതികരിച്ചു. ഡിജിറ്റൽ യുഗത്തിൽ പരമ്പരാഗത യുദ്ധതന്ത്രങ്ങളെ മറികടക്കുന്ന കാഴ്ചകളാണ് പിന്നീട് ലോകം കണ്ടത്. സായുധ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു പേരല്ലെന്നും രാജ്യത്തിന്റെ കൂട്ടായ വികാരങ്ങളുടെയും പ്രതിരോധശേഷിയുടെയും ശക്തമായ പ്രതിഫലനമാണെന്നും തിങ്കളാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നീതി നടപ്പാക്കുമെന്ന അചഞ്ചലമായ പ്രതിജ്ഞ. ഭീകരതയ്ക്കെതിരായ നമ്മുടെ സ്വാഭാവിക പ്രതികരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ആ നിലയിൽ തന്നെ തുടർന്നും രാജ്യം പ്രതികരിക്കും. പഹൽഗാം ആക്രമണം ഭീകരതയുടെ ഏറ്റവും വിരൂപമായ മുഖമായിരുന്നു. പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ തൽക്കാലത്തേക്ക് മാത്രമാണ് നിർത്തിവെച്ചിട്ടുള്ളതെന്നും ഭാവി എന്താകുമെന്നത് പാകിസ്ഥാന്റെ പെരുമാറ്റം അനുസരിച്ചായിരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഒരു തരത്തിലുള്ള ആണവ ഭീഷണികളും വിലപോവില്ല. ലോകത്തോട് സഹായം അഭ്യർത്ഥിച്ച് പരാജയപ്പെട്ടതിനെ തുടർന്ന് വെടിനിർത്തലിനായി പാകിസ്ഥാൻ ഇന്ത്യൻ DGMOയെ സമീപിക്കുകയായിരുന്നു. അപ്പോഴേക്കും പാകിസ്ഥാനിലെ ഒട്ടേറെ ഭീകര കേന്ദ്രങ്ങളിലും ഭീകരതയെ സഹായിക്കുന്ന സൈനിക കേന്ദ്രങ്ങളിലും ഇന്ത്യ കൃത്യതയാർന്ന ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ബഹാവൽപൂരും മുരിദ്കയും പോലുള്ള ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഭീകരതയുടെ ആഗോള സർവകലാശാലകളായിരുന്നു. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് പിന്തുടരുന്നത്. ഭീകരതയും ചർച്ചകളും ഒരുമിച്ച് പോകില്ല. ഭീകരതയും വ്യാപാരവും ഒരേ വേദിയിൽ നടക്കില്ല. പാകിസ്ഥാനുമായി ഇനി ചർച്ചകളുണ്ടെങ്കിൽ അത് ഭീകരതയെക്കുറിച്ചും പാക് അധീന കശ്മീരിനെക്കുറിച്ചും മാത്രമായിരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും സമർപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. സായുധ സേനയുടെ സേവനങ്ങൾക്ക് രാജ്യം എക്കാലവും കടപ്പെട്ടിരിക്കുന്നതായി പിന്നീട് പഞ്ചാബിലെ ആദംപൂർ വ്യോമത്താവളം സന്ദർശിച്ച പ്രധാനമന്ത്രി സേനാംഗങ്ങളോട് പറഞ്ഞു. അതിർത്തിയിൽ രാജ്യസുരക്ഷയ്ക്കായി പോരാടിയ സൈന്യം രാഷ്ട്രത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി. ഇന്ത്യയുടെ ആത്മവിശ്വാസവും ജനങ്ങൾക്കിടയിലുള്ള ഐക്യവും വർദ്ധിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലെ ഓരോ നിമിഷവും സായുധ സേനയുടെ വീര്യത്തിന്റെ അടയാളമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സൈനികരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. മെയ് 7 10 ഇടയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് 35 മുതൽ 40 വരെ സൈനികരെ നഷ്ടപ്പെട്ടുവെന്ന് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് ഞായറാഴ്ച പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരെയും കുറ്റവാളികളെയും ശിക്ഷിക്കുകയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ വിഭാവനം ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂരിൽ ജീവൻ നഷ്ടപ്പെട്ട സായുധ സേനയിലെ 5 ധീര രക്തസാക്ഷികൾക്കും മരണമടഞ്ഞ തദ്ദേശവാസികൾക്കും DGMO ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ പോരാട്ടം തീവ്രവാദികളോടും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളോടുമായിരുന്നു, പാകിസ്ഥാൻ സൈന്യത്തോടല്ല. വിമാന റാഞ്ചലിലും പുൽവാമ സ്ഫോടനത്തിലും ഉൾപ്പെട്ട യൂസുഫ് അസർ, അബ്ദുൽ മാലിക് റൌഫ്, മുദാസിർ അഹമ്മദ് തുടങ്ങിയ കൊടും ഭീകരരെ ഇല്ലായ്മ ചെയ്തു. പാകിസ്ഥാന്റെ നിരവധി ആളില്ലാ ആകാശ വാഹനങ്ങൾ വിജയകരമായി തടഞ്ഞു. മെയ് 8 9 രാത്രിയിൽ നമ്മുടെ വ്യോമാതിർത്തിയിലേക്ക് ഡ്രോണുകളും വിമാനങ്ങളും പറത്തി നിരവധി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അതേസമയം പശ്ചിമ മുന്നണിയിൽ ഭീകരർക്ക് സൗകര്യം ചെയ്യുന്ന പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾ, കമാൻഡ് സെന്ററുകൾ, സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയിലെല്ലാം ഏകോപിതവും കൃത്യവുമായ രീതിയിൽ നമ്മുടെ സേന പ്രഹരമേൽപ്പിച്ചു. 11 പാക് വ്യോമതാവളങ്ങൾക്ക് നാശമുണ്ടായി. ചക്ലാല, റഫീഖി, റഹീം യാർ ഖാൻ,
സർഗോദ, ഭുലാരി, ജേക്കബാബാദ് തുടങ്ങിയ പാക് താവളങ്ങളിലും കാര്യമായ നാശമുണ്ടായിട്ടുണ്ട്. ബഹാവൽപൂർ, മുരറ്റ്കെ എന്നീ മുഖ്യ ക്യാമ്പുകൾ ഉൾപ്പെടെ 9 ഭീകരതാവളങ്ങൾ തകർത്തു. ഭീകരകേന്ദ്രങ്ങളെ നിർവീര്യമാക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് എയർ മാർഷൽ AK ഭാരതി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂരിൽ നിയുക്തമായ ചുമതലകൾ കൃത്യതയോടെയും കാര്യക്ഷമതയോടെയും വിജയകരമായി നിർവഹിച്ചതായി ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു. ഊഹാപോഹങ്ങളിൽ നിന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് വ്യോമസേന അഭ്യർത്ഥിച്ചു. വെടിനിർത്തൽ ധാരണയോടെ ഏതൊരു ലംഘനത്തെയും നേരിടാൻ കരസേനാ മേധാവി സൈനിക കമാൻഡർമാർക്ക് പൂർണ്ണ അധികാരം നൽകി. കരുത്തോ ആത്മാഭിമാനമോ ഇല്ലാത്ത അയൽരാജ്യം വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് സ്വന്തം ജനതയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. എന്നാൽ സുതാര്യത, ശക്തമായ ഡിജിറ്റൽ ജാഗ്രത എന്നിവ കൈമുതലാക്കി സമഗ്രവും വസ്തുതാപരവുമായ സമീപനം ഇന്ത്യ സ്വീകരിച്ചു. ഇന്ത്യ സ്വീകരിച്ച തന്ത്രപരമായ സൈനികേതര നടപടികൾ പാകിസ്ഥാന് ദീർഘകാല പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി മരവിപ്പിച്ചതും അട്ടാരി വാഗ അതിർത്തി അടച്ചുപൂട്ടിയതും ചരിത്രപരമായ നീക്കമായിരുന്നു. ഉഭയകക്ഷി വ്യാപാരം താൽക്കാലികമായി നിർത്തിവെച്ചു, വിസകൾ റദ്ദാക്കി. ഗത്യന്തരമില്ലാതെയാണ് സമാധാനത്തിന്റെയും വെടിനിർത്തലിന്റെയും പാതയിലേക്ക് പാകിസ്ഥാൻ കടന്നുവന്നത്. 4 ദിവസത്തെ സംഘർഷത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ശനിയാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 2 ആണവ ശക്തികൾ തമ്മിലുണ്ടായിരുന്ന സംഘർഷത്തെ ലോകം ജാഗ്രതയോടെയാണ് വീക്ഷിച്ചത്. കേവലം 88 മണിക്കൂർ കൊണ്ട് പാകിസ്ഥാന്റെ ഭീരുത്വവും ദൗർബല്യവും ലോകം തിരിച്ചറിഞ്ഞു. എന്നാൽ വെടിനിർത്തൽ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണം ആ രാജ്യത്തിന്റെ അരക്ഷിത ബോധമാണ് വെളിവാക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെ വെടിനിർത്തൽ നിലവിൽ വന്നു. പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന് അറിയിച്ചതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാക് അതിർത്തിയിൽ നടന്ന സംഘർഷങ്ങൾക്ക് ഇതോടെ വിരാമമായി. മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇല്ലാതെയാണ് വെടിനിർത്തലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇന്ത്യ പ്രഖ്യാപിത നയത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല. വെടിനിർത്തലിന് പിന്നാലെ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംയുക്ത സേനാ മേധാവിയും 3 സേനാ മേധാവികളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുത്തു. ഭീകരതയെ പൂർണ്ണമായും തകർക്കുക എന്നതല്ലാതെ മറ്റൊരു പരിഹാരവുമില്ലെന്ന പരമമായ സത്യമാണ് ഇന്ത്യ ലോകത്തെ ബോധ്യപ്പെടുത്തിയത്. ഏത് ഭീഷണി നേരിടാനും ഇന്ത്യ പൂർണ്ണ സജ്ജമാണ്. ഇനിയൊരു ഭീകരാക്രമണമുണ്ടായാൽ രാജ്യത്തിനെതിരായ യുദ്ധമായി കണ്ട് പ്രതികരണമുണ്ടാകുമെന്ന ഇന്ത്യൻ നിലപാട് പാകിസ്ഥാനെ വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുമെന്ന് കരുതാം. ഇത് ഇന്ത്യ സൃഷ്ടിച്ച തന്ത്രപരമായ റെഡ് ലൈനാണ്. രാജ്യം ശക്തമായ തിരിച്ചടിയാണ് ശത്രുവിന് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു സൈനിക നടപടി മാത്രമായിരുന്നില്ല, മറിച്ച് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ താക്കീതും സായുധ സേനയുടെ ഇച്ഛാശക്തിയുടെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രകടനവുമാണ്. ഉറി സംഭവത്തിന് ശേഷമുള്ള സർജിക്കൽ സ്ട്രൈക്കുകളും പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള വ്യോമാക്രമണങ്ങളും ഈ ദിശയിലുള്ള വ്യക്തമായ സൂചനകളാണ്. തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റങ്ങളും അതിന്റെ സ്വാധീനവും ഈ പോരാട്ടത്തിൽ തെളിഞ്ഞു കണ്ടു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ നേതൃശേഷിയാണ് ഇതിലൂടെ പ്രകടമായത്. സമാധാനമാണ് ഏറ്റവും വലിയ ശക്തി. വിദ്വേഷത്തിന്റെയും സംഘർഷത്തിന്റെയും മാർഗം വെടിഞ്ഞ് സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും പാതയിലൂടെ മുന്നോട്ടു പോകാനാണ് ഇന്ത്യ എക്കാലവും ആഗ്രഹിക്കുന്നത്. സംഘർഷഭരിതമായ ദിനങ്ങൾക്ക് ശേഷം ഇന്ത്യ പാക് അതിർത്തി ഇപ്പോൾ ശാന്തമാണ്. എന്നാൽ ഏത് പ്രകോപനത്തിനും ഉചിതമായ മറുപടി നൽകുമെന്നും ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലെന്നും ആക്രമണത്തെ കാര്യക്ഷമമായി ചെറുക്കുമെന്നുമുള്ള സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്നത്. അതോടൊപ്പം സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ രാജ്യം ഏതറ്റം വരെയും പോകുമെന്ന മുന്നറിയിപ്പും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.